അതല്ല ഞാൻ നിന്നോട് വരാൻ പറഞ്ഞേ. എന്താടി? വിജേഷ് വരുമ്പളേ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് പോവാൻ ഒരു മടി. ആഹാ, അതിനിപ്പോ എന്താ, നമുക്ക് ഒന്നിച്ചു പോവാം. അതെ, നീ ഇതുവരെ എന്നെ പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. അതിനാണല്ലോ നമ്മൾ പോകുന്നേ. പരിചയപ്പെടുത്തിയാ മതി. ഞാനാദ്യമായി ജനലരികെ ഒരു മഴ തൻ നനവറിയേ ആരോ തൊടും പോലെ ആർദ്രമായി ഞാനാദ്യമായി ഒരു മഴ തൻ നനവറിയേ ആരോ തൊടും പോലെ ആർദ്രമായി ഞാനാദ്യമായി ജനലരികെ ഒരു മഴ തൻ പല്ലവി ഗംഭീരം. ഒന്നും പറയാനില്ല. ഞാനാദ്യമായി ജനലരികെ ഒരു മഴ. ചേട്ടാ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പാടുന്നത്? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് പോയി പണിയെടുക്കായിരുന്നു. തൊണ്ട പൊട്ടിക്കാനായിട്ട് ഒരു യേശുദാസ് വന്നിരിക്കണം. മനുഷ്യന്റെ സമയങ്ങൾ. ദാസേട്ടന് പാടാൻ പറ്റിയ പാട്ടല്ലേ ഇത്? നമ്മുടെ വീടല്ലേ ഇത്? എടേ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ പുറത്ത് വെച്ച് കാണുന്നേ? ആടി നല്ല ടെൻഷനുണ്ട്. ഇതാ വരുന്നു. ഹായ്. 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 കുറെ നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ചു നേരമായുള്ളൂ. ഇതെന്റെ ഫ്രണ്ട് ശ്യാം. ഹായ്. ഇതാരാ? ജിഷ, ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഹായ്. ഹായ്. നമ്മള് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അൺഒഫീഷ്യലായിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഒരു മാസത്തെ ലീവ് എനിക്കുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് വീട്ടുകാർ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. ഫോണിൽ നമ്മൾ അധികം സംസാരിക്കാറില്ലല്ലോ. സാർ, എന്താ വേണ്ടേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. നിനക്കെന്താ വേണ്ടേ? ഒരു മാംഗോ ബാർ. ഒരു മാംഗോ ബാർ, 3 ലൈം ജ്യൂസ്. ഓക്കെ സാർ. മായ, എനിക്കെപ്പോഴും തുറന്നു പറഞ്ഞ ശീലം. സോ വിവാഹത്തെക്കുറിച്ച് വളരെ മോഡേൺ ചിന്താഗതിയാണ് എൻ്റേത്. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റേത്. പിന്നെ എൻ്റെ കൂടെ ദുബായിൽ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സർ, മാംഗോ ബാർ ഇഷ്ടപ്പെട്ടോടാ? ഞാൻ പറയാം. താങ്ക് യു. എന്ത് പരിതാപകരമായ ചിന്താഗതി. ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇറങ്ങാം. ഓ ശരി. എന്താടി അയാൾക്കൊരു ഭീകര ലുക്ക്? ദേടി, മാംഗോ ബാർ കഴിച്ചിട്ടില്ല. അടുത്തതായി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഗാനം നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 70കളിലെ യുവാക്കളെ കൊണ്ട് ചുവടുവെപ്പിച്ച ആ ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം. ഹായ്. എത്തിയോ? അല്ല ഏട്ടാ, ഞാൻ കുറെ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് കഴുകി തുടച്ചു വെക്കുന്നതല്ല, അത് ഓടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഇത് റണ്ണിങ് കണ്ടീഷനാ, പക്ഷെ ഞാൻ ഓടിക്കാറില്ല. എന്തേ? അച്ഛൻ്റെ അമ്മയുടെ ജീവൻ തുടങ്ങിയത് ഈ വണ്ടിന്നാ. പിന്നെ എൻ്റെ സ്കൂൾ ചെയ്തു. അമ്മയുടെ മരണത്തിന് ശേഷം പിന്നെ അത് എടുത്തിട്ടില്ല. പിന്നെ താങ്ക് യു. എന്തിന്? അല്ല, താൻ കാരണമാണല്ലോ അച്ഛനും ചിരിച്ച് കാണാൻ പറ്റിയത്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വീട്ടുകാർ കുറച്ചു കാലമായിട്ട് കല്യാണം നോക്കണ്ടായിരുന്നു. അപ്പൊ ഇതേതാണ്ട് ഉറപ്പിച്ച മട്ട. അതെയോ? എന്താ മൂപ്പരുടെ പേര്? വിജേഷ്. ബിജീഷ്. വിജേഷ് ബി ബി. ഇതാ പറഞ്ഞേ, നല്ല കരല് നടക്കാൻ കുറച്ച് സമയം മതി.
താൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അച്ഛനൊന്ന് നോക്കണം കേട്ടോ. ഞാനൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോയിട്ട് വരാം. ഉം. ഉം.